എല്ലാവരും ഒരു വാർത്ത കൂടി അറിഞ്ഞല്ലോ, സ്കൂളുകളിൽ ഇനി സൂംബയ്ക്ക് ഒരു പ്രത്യേക ക്ലാസ് പോലെ, പരിശീലനം പോലെ എല്ലാ ദിവസവും ഉണ്ടാകും, കുട്ടികൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു ഉത്തരവുമായിട്ട് വരുന്നുണ്ട് എന്നാണ് പത്രത്തിൽ കിടക്കുന്നത്. ഇത് ഇപ്പോഴാണ് ഇങ്ങനൊരു ഇത് ലഹരിയിൽ നിന്ന് കുട്ടികളെ മാറ്റാനും കുട്ടികൾക്ക് റിഫ്രഷ്മെൻറ്റിനും ആണെന്നൊക്കെയാണ് അതിൽ. പക്ഷേ ഇത് നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, പണ്ട് സ്കൂളിൽ പഠിക്കും ഇടയ്ക്കുള്ള ഡ്രില്ലുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഡ്രില്ലിൻ്റെ പീരീഡുണ്ട്. എന്താണ്, കുട്ടികൾക്ക് കളിക്കാനായിട്ട് നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ടൈം അത്രയും ഡ്രില്ലിന് വേണ്ടി മാറ്റി വയ്ക്കും. ഏതൊക്കെ പേരിലാണോ ഓരോ സ്കൂളിൽ അറിയുന്നത്. ഞാൻ പഠിച്ച ഡ്രില്ല് പീരീഡാണ്. പിന്നീട് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ലാസ്റ്റ് ഒരു സമയം 3/4 മണിക്കൂർ മറ്റല്ലേ ക്ലാസ് ടൈം ഓരോ പീരീഡും. അപ്പം ആ ഒരു ടൈമിൽ എന്താണ്, ലാസ്റ്റത്തെ ആ വെള്ളിയാഴ്ചത്തെ ആ ലാസ്റ്റ് ടൈമിൽ എന്താണ് മീറ്റിംഗ് എന്ന് എനിക്കിപ്പോഴും മീറ്റിംഗ് എന്നാണ് ഇത്. അതായത് കുട്ടികളെല്ലാവരും ചിലപ്പം ടീച്ചർമാർ വരും. ടീച്ചർമാർ പറയാൻ പാടാനറിയാവുന്നൊരു പാട്ട് പാടൂ എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ വന്നിരുന്ന് പാട്ടൊക്കെ പാടും. ഡാൻസ് എന്താണ് നിങ്ങൾക്ക് അവതരിപ്പിക്കാനോ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ എന്താ, ഈ പാട്ട് ബുക്കുണ്ടല്ലോ, പണ്ടത്തെ പാട്ട് പുസ്തകം, അത് ഈ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും കൈ കാണും. അപ്പോൾ രാവിലെ തൊട്ട് പ്രാക്ടീസാണ് പാടാനായിട്ട് ഇല്ലേ. എന്നിട്ട് വലിയ സംഗീതം ഇതൊന്നും ഇല്ലെങ്കിലും 2-3 പേരൊക്കെ ചെന്ന് ഒന്നിച്ച് പാടിക്കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ ആരാ എന്ത് വന്നത്. എല്ലാവരും കൂടി ചെന്ന് ഭയങ്കര പാട്ടാണ്. ചില ദിവസങ്ങളിൽ എന്താ ടീച്ചേഴ്സ് വരുത്തുന്നില്ല. അങ്ങനെ നമുക്ക് എന്തായാലും ക്ലാസ് ലീഡറുണ്ടല്ലോ, അപ്പം പറയും ലീഡർ നോക്കിക്കോണം എന്ന് പറയും. അപ്പോൾ എന്താണ്, ലീഡർ വന്ന് അവിടെ നിൽക്കും, പാടാനുള്ളവരൊന്ന് പാടും, അപ്പോൾ പിന്നെ അടുത്ത ആൾ പാടും. അങ്ങനെ ഒന്ന് പാട്ടൊക്കെ പാടി അങ്ങനെ ലാസ്റ്റ് ആ ഒരു ആഴ്ചയിലെ എല്ലാ ആഴ്ചയിലും ഉണ്ടല്ലോ, എല്ലാ വെള്ളിയാഴ്ചയിലും ഉള്ള ആ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സമയമാണത് അല്ലേ, ഈ മീറ്റിംഗ്. അതുപോലെ തന്നെ ഈ ഡ്രില്ലെന്ന് പറയുമ്പോൾ ഈ കളിക്കാനായിട്ട് ആദ്യമൊക്കെ ടീച്ചർ അതിന് പ്രത്യേക സാറന്മാരൊക്കെ ഉള്ള സ്കൂളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും എല്ലാം സ്കിപ്പ് ചെയ്യാനോ മറ്റേ ഷട്ടിലിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും. അപ്പം നമ്മളവിടുന്ന് കളിക്കും, ഓട്ടം, ചാട്ടം, സാറ്റ് കളി ഇതൊക്കെ കാണും. അപ്പോൾ ഈ ചില ക്ലാസ്സുകളിൽ, ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിത്തം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ശബ്ദം ബഹളം കേൾക്കും, കുറേ പിള്ളേർ ഇങ്ങോട്ട് നോക്കിയിരിക്കും. അപ്പോൾ ടീച്ചർമാർ ഓടിക്കും, ഇവിടുന്ന് ഓടിക്കും എന്ന് പറയും. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് മാറിയിരിക്കാൻ നമ്മൾ നോക്കും അല്ലേ. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുന്നു. ഞാൻ ഈ പറയുമ്പോഴും ഞാനൊന്ന് ജസ്റ്റ് ആ ഒരു കാലത്തേക്ക് ചിന്തിക്കുകയാണ്. എന്ത് രസമായിരുന്നു അല്ലേ, ഭയങ്കര രസമുള്ളൊരു കാലമാണ് ആ കുട്ടിക്കാലം. നമുക്കൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ കുട്ടികളായിട്ട് കുറച്ച് നാളത്തേക്ക് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകൾ, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളവർ ചിലപ്പം പേടിക്കും, വേണ്ട കുട്ടിക്കാലം വേണ്ടെന്ന്. പക്ഷേ എങ്കിലും എല്ലാവരും പൊതുവെ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ആ പഴയൊരു കാലഘട്ടം, ആ സ്കൂളിൽ പോയിരുന്ന ഒരു കാലഘട്ടം ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഈ സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യമുണ്ട്. പുളി, നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നല്ല മധുരമുള്ള വാളൻപുളി ഉണ്ടല്ലോ, കുട്ടികൾ കൊണ്ടുവരും. അതിങ്ങനെ ആരും കാണാതെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് വട്ടത്തിൽ നിന്ന് പൊളിച്ച് എല്ലാവർക്കും ഓരോരോ അതിലൊരു കുരു ആയിട്ടാണല്ലോ, ഓരോ കുരു ഓരോരുത്തർക്ക് കൊടുക്കുന്ന ആ ഒരു കാലം. അതൊന്നും ഇന്നത്തെ കുട്ടികൾക്കിടയിലില്ല. ഇന്നത്തെ കുട്ടികൾ എന്താണ് അവർ കളിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് കുട്ടികളില്ല കളിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചത് എവിടെ പോയി, എല്ലാവരും വെക്കേഷനായിട്ട് വീടുകളിൽ പോയതാണോ ഓരോരുത്തരുടെ, അല്ല അവരുടെ പന്ത് മോശമായിപ്പോയി അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ ഞാൻ ഒരു പന്ത് മേടിക്കാൻ ഈ പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ വിചാരിച്ചാൽ നടക്കത്തില്ലേ ഞാൻ ചിന്തിച്ചു. പിന്നെ നമുക്കതിലൊന്നും കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ, ഇപ്പോഴത്തെ കാലമാണ്. കുട്ടികളോട് എന്താ അങ്ങനെ ചെയ്ത്, ഞാനങ്ങനെ ചെയ്യും, നീ ആരാ ചോദിക്കാം, ഇതാണ് വരുന്ന ആ മറുപടി. അതിലും നല്ലത് നമ്മൾ അതിലോട്ടൊന്നും കടക്കാതിരിക്കുന്നതല്ലേ. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ സൂമ്പ എന്തായാലും കുട്ടികൾക്ക് അത് എൻജോയ് ചെയ്യാം. അത് സൂമ്പയെന്ന് പറയുമ്പോൾ ഇച്ചിരി രസകരമായിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് അവരുടെ മനസ്സ് ശരീരമൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നല്ല ചിന്തകളുമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം. അങ്ങേയറ്റം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് മാറിയേ പറ്റുള്ളൂ. ഇനിയുള്ള തലമുറകൾ ഒരിക്കലും ഇതിൻ്റെ പുറകെ പോവരുത്. അതിനെന്തൊക്കെ ഇപ്പോൾ
ഇത് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. എല്ലാ മനുഷ്യരും ഈ ഒറ്റ കാര്യത്തിൽ ആരും വിചാരിക്കത്തില്ലല്ലോ തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ചേച്ചി, അനിയത്തി, ചേട്ടൻ, അനിയൻ അല്ലെങ്കിൽ സ്വന്തം ആളുകൾ ആരും തന്നെ ഈ ലഹരിക്ക് അടിമപ്പെടണമെന്ന് ഒറ്റ മനുഷ്യരും ചിന്തിക്കില്ല, ഇല്ലേ? ഒറ്റ മനുഷ്യർ ഈ ലഹരി വിൽക്കുന്ന ആളുകൾ പോലും ചിന്തിക്കത്തില്ല. പക്ഷേ അവർക്ക് മിക്കവർക്കും എന്താണ്, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ജോലി മറ്റൊരു ജോലിയാണ് ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പന, മറ്റു കാര്യങ്ങൾ. ഇഷ്ടം പോലെ പൈസയുണ്ട്, 2 വീട് ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ അവർ സമ്പാദിച്ച ഇതിലൂടെയാണ്. അപ്പോൾ പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ളൊരു മാർഗമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നത്? ദയവ് ചെയ്ത് ഇനിയത്തെ തലമുറയെ അവരുടെ ഇഷ്ടാനുസരണം വിടുക, അവർ ജീവിച്ചോട്ടെ. ഇല്ലെങ്കിൽ കാരണം ഇപ്പോഴേ നമ്മൾ ഇതിനായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ ഉറപ്പാണ് ഇനി ഒരു കുട്ടി പോലും ഇനി അങ്ങോട്ട് ഈ ലഹരി ഉപയോഗിക്കാതിരിക്കില്ല. അതിപ്പോൾ നമ്മളെല്ലാ മേഖലയിലുള്ളവരും, ഓരോ വീട്ടിലുള്ളവരും, എല്ലാ രക്ഷിതാക്കളും കഠിനമായി പ്രയത്നിച്ചാൽ എല്ലാവരെയും ഈ ലഹരിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അത് വിൽപ്പന ചെയ്യുന്നവരും വിചാരിക്കുക എനിക്കൊരു മോനുണ്ട്, മോളുണ്ട്, ചേട്ടനുണ്ട്, അനിയനുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സ്വയം ഒന്ന് മാറിയാൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യത്തെ ഈ നമ്മുടെ കേരളത്തിൽ നിന്നോ ഈ ലോകത്തു നിന്നോ ഒക്കെ മാറ്റി എടുക്കാം എല്ലാവരും വിചാരിച്ച. ഇല്ല എന്നുണ്ടെങ്കിൽ പോക്കാണ് എന്ന് പറയാം, ഉറപ്പാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഈ ലഹരി അറിയാതെ അവരുടെ ഉള്ളിൽ പോവും, അതൊരു ലഹരിയായി മാറും, അവരുടെ ജീവിതം താളം തെറ്റും. ഇങ്ങനെ ഓരോ ആളുകളുടെയും, ഓരോ തലമുറയിലെ ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ സമൂഹം മോശമായിക്കൊണ്ടിരിക്കും, അല്ലേ? കാരണം നാളെ ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളം ഭരിക്കേണ്ട തലമുറകളാണ് ഓരോരുത്തർ, ഇല്ലേ? ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓരോ ഭരണമേഖലയെയും ബാധിക്കും. അപ്പം അങ്ങനെ ഈ ഭരണവ്യവസ്ഥ താറുമാറാവാതിരിക്കാനായിട്ട് എന്തായാലും ലഹരിക്കെതിരെ എല്ലാവരും കർശനമായ ജാഗ്രതയും അതിനെതിരായുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കണം. അതിലൊരു മടിയും വിചാരിക്കില്ല. കാരണം മറ്റുള്ളവർക്കല്ലേ വരുന്നത്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെ ചിന്തിക്കല്ലേ. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളിലേക്കും എത്താം, നിങ്ങളറിയണമെന്നില്ല. നിങ്ങളറിയാതായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ലഹരി ഉണ്ടാകുന്നത്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ഉള്ളിൽ പോയി, പിന്നെ ആ ലഹരി നിങ്ങൾ തേടി നടക്കും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല താൻ ഉപയോഗിച്ച ലഹരിയാണ് അറിയാതെ ഉപയോഗിച്ചു പോയി, താനിപ്പോൾ അതിനടിമയാണെന്ന് അറിയുന്നത് കുറച്ച് വൈകിയാവും. അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ചകളൊന്നും വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിൽപ്പനയോ മറ്റോ നടത്തുന്നത് വേണ്ട. ഒരാളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട്, ഒരു ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്വസ്ഥത ഇല്ലാതാക്കിക്കൊണ്ട് ജീവിക്കാം, സന്തോഷമായി ജീവിക്കാം, കുറേ അധികം പണം സമ്പാദിക്കാം എന്നൊന്നും ആരും കരുതരുത് എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുകയാണ്. മറ്റൊന്നും കൂടുതൽ പറയാനില്ല. അപ്പം കുട്ടികളെല്ലാം പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ, ഇനി 1 മാസം കൂടെ കഴിയുമ്പോൾ പുതിയ സ്കൂൾ തലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം മനസ്സിലാക്കി നന്നായിട്ട് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കുക, പഠിക്കുക. ഓക്കെ.